ഓവനും ഈസ്റ്റും ഒന്നുമില്ലാതെ എളുപ്പത്തിൽ പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് അതിൻ്റെ ഡോ ആദ്യം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ചെറിയ പിസ്സയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3/4 കപ്പ് മൈദയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതി തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിക്കാനാണ് നല്ലത് കുഴയ്ക്കാൻ എപ്പോഴും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടരുത്, പക്ഷെ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് സോഫ്റ്റായി വരില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്ലോറിലേക്ക് മാറ്റുകയാണ്. ഫ്ലോർ വൃത്തിയുണ്ട്. അപ്പോൾ ഫ്ലോറിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പകരം ഈസ്റ്റ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇടാം. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഈസ്റ്റ് കുറച്ച് വാം വാട്ടറിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് ഇതിലിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം അതേ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ ഒന്ന് ശരിയായാലേ നമുക്ക് ആ മറ്റേ സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള ബേസ് കിട്ടുള്ളൂ പിസ്സക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കയ്യിലൊന്ന് കുറച്ച് ഓയിലാക്കിയിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഈ ഡോ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു കോട്ടൻ്റെ തുണി എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പം ഒരു മണിക്കൂറാണ് ഇതിന് ബെസ്റ്റ് സമയം. 1/2 മണിക്കൂർ 1 മണിക്കൂർ അതാണ് നല്ലത്. അപ്പം ഇനി പിസ്സയിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് വെക്കുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ഇത് നമ്മൾ ഈ 1 മണിക്കൂർ ഡോ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ഒരുപാട് ഓയിൽ വേണ്ട. ഇനി ഇത് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഇതൊരു 7-8 മിനിറ്റാണ്, 8-10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഒനിയൻ്റെ പകുതി കഷ്ണം എടുത്തത് ഇതുപോലെ മുറിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ടൊമാറ്റോ അതും വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മളിത് 1 മണിക്കൂർ കഴിഞ്ഞ് ഡോ ഒക്കെ അടിപൊളിയായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് പിസ്സ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ ടിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പരന്നൊരു തട്ടിലൊക്കെ വെച്ചാൽ മതിയാവും. ഇനി ഇതൊന്ന് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാതെയും പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കൈ ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പരത്തിയെടുത്ത് സൈഡൊക്കെ ഒന്ന് കുറച്ച് കട്ടി ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതേ പിസ്സ സോസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ മോസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ കുറച്ച് ഓനിയൻസ് ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കും ബെൽ പെപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ടൊമാറ്റോ അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ വെജ് പിസ്സ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പനീറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഒനിയൻസ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ മോസറല്ല ചീസും കൂടെ മേലൊന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ചീസ് വേണമെന്നുള്ളതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓവൻ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സെറ്റപ്പ് റെഡി ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് നീളമുള്ള പാത്രമാവണം. അതിലേക്ക് അടിയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇനി സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു പ്രീ ഹീറ്റ് ചെയ്യാനൊരു 6-7 മിനിറ്റ് വെക്കുകയാണ്.
ഇനി ഒന്ന് പ്രീഹീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു 8-10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്കാക്കി എടുക്കണം. കരിഞ്ഞു പോവരുത്, സമയമൊക്കെ നോക്കണം. അപ്പം ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് മേലെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളൊന്ന് എടുത്ത് നോക്കാം. ചൂടുണ്ടാവും, അപ്പോൾ സൂക്ഷിച്ചെടുക്കാം. ഇനി ഇതാ നമ്മുടെ പിസ്സ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ബേസൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ പിസ്സ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.